നമസ്കാരം ഗൈസ്, ആർജിയാണ്. ഞാൻ ശ്രുതി കൊടുത്ത് റേഷനിലേക്ക് ഓടുകയാണ്. കുളി കഴിഞ്ഞ് ഓടുക. ഫസ്റ്റ് ഓട്ടം ചോറക്കണം. നല്ല വിശപ്പാണ്. അതുകൊണ്ട് ഫാസ്റ്റ് ഓടുക. ആറ്റിന്റെ കര തീരാറായി. പാലം കാരണം മഴയൊക്കെ പെയ്യുമ്പോൾ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകും. ഇവിടെ നിന്ന് നമ്മൾ ആറ്റിന്റെ കര തീരുകയാണ്. അങ്ങനെ നമുക്ക് നേരെ കടയിൽ റോഡിൽ കാണപ്പെടുന്നത് ആ ബിൽഡിംഗ് റേഷനാണ് ഗൈസ്. സൈഡിൽ വാങ്ങിച്ച് കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കി തന്നെ വാങ്ങിക്കാം. നമ്മൾ പോകാൻ വീട്ടിലേക്ക്. ഞാനും തേങ്ങ രണ്ടാം കൂടി ഓരോ മോരും വെള്ളം കുടിച്ചു. ഇല്ലേ തേങ്ങ വിശന്നിട്ട് വയറ് കാളുകയല്ലേ. അപ്പൊ എന്തിനാ വയറ്റ് വേണ്ടേ? അപ്പം മോരും വെള്ളമെങ്കിൽ മോരും വെള്ളം. ഇല്ലേ തേങ്ങ? അതുകൊണ്ട് മോരും വെള്ളം കുടിച്ച് വെള്ളം എടുക്കണമെന്ന് ഞാൻ വെള്ളം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഞാൻ കൊണ്ടുപോകണം. തേങ്ങ ഒന്നും എടുത്തില്ല. തേങ്ങ അങ്ങനെ പോയി. പിന്നെ അരിച്ചാക്കി പിടിച്ചോണ്ടൊന്നല്ലേ, കുഴപ്പമില്ല പോട്ടെ. പിന്നെ 2 കിലോ അരി വാങ്ങിയിട്ടുള്ളൂ. ബാക്കി പിന്നെ വാങ്ങാം. ഇനി ചോറൊക്കെ വെച്ച് കഴിക്കണം. ചോറൊക്കെ വെച്ച് കഴിക്കുമ്പോൾ മിക്കവാറും രാത്രിയാവും. പുതിയ മത്തി കുറച്ച് വറുത്ത് ബാക്കി കറിയും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കറി വെച്ചിട്ടുണ്ട് ബാക്കി. പിന്നെ വറക്കുന്നുണ്ട് കുറച്ച്. ചൂര നമ്മൾ വെച്ചത് അനുസരിച്ച് റെസിപ്പിയാണ്. ശ്രുതി പൊളി റെസിപ്പിയായിരുന്നു. തേങ്ങ ചോറ് വെക്കാൻ വേണ്ടി അരി കഴിഞ്ഞിട്ട് കുക്കറിൽ വെക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. സമയം ഇപ്പം എന്തായാലും 7 മണിയായി. ഇനി ഉണ്ടായി കഴിയുമ്പോൾ 8 മണിക്ക് ആവില്ല തേങ്ങ. ഇന്ന് ഭക്ഷണം കഴിച്ച് കിടക്കുമെങ്കിൽ 8 മണി കഴിയും തോന്നുന്നു. തലയുടെ മുകളിലാണ് കൊതിൽ എത്തിച്ചിരിക്കുന്നത് ഗൈസ്. അരി ഇന്നലെ തീർന്ന് ശ്രുതി പറഞ്ഞത്. പക്ഷേ പ്രശ്നം വെച്ചാൽ മറന്നുപോയി. രാവിലെ പിന്നെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞു. പിന്നെ റേഷൻ കട അടച്ചിട്ടുണ്ടാവും. പിന്നെ വൈകിട്ടല്ലേ തുറക്കുള്ളൂ റേഷൻ കട.